ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി ജെല്ല്, അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസിലിടാൻ പറ്റിയ ഒരു ജെല്ലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ഓറഞ്ച് പീലുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഓറഞ്ച് അതിൻ്റെ പീലും, ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു വാട്ടറല്ല ആഡ് ചെയ്യുന്നത്, റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. നമ്മളൊരു കാരണവശാലും വാട്ടർ ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ റോസ് വാട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ കുക്ക് ചെയ്യേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നൊരു കൺസിസ്റ്റൻസി ആകും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജെല്ലാണ്. മാത്രമല്ല നമുക്ക് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാടുകളും ടാൻ കാരണം ഉണ്ടാകുന്ന കരിവാളിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് വീട്ടിൽ തന്നെ റെഡി ചെയ്ത് നമുക്ക് എടുക്കാവുന്ന ഒരു നല്ലൊരു ഹോം മെയ്ഡ് ജെല്ലും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഓറഞ്ച് പീലും ഒക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാനും നമുക്ക് സ്കിന്നിന് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇത് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൺസിസ്റ്റൻസി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് സാന്തൻ ഗമ്മാണ്. സാന്തൻ ഗം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ സാന്തൻ ഗം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തതിന് ശേഷം ഇത് ഞാൻ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത്, നമുക്ക് ലംസ് പോലെ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് നമ്മൾ ബീറ്റ് ചെയ്താൽ അത് കറക്റ്റ് ആവില്ല. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗ്ലിസറിൻ 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനാണ് ആഡ് ചെയ്യുന്നത്. ഗ്ലിസറിനും ആഡ് ചെയ്ത് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ 2 ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം പിന്നെയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിറ്റാമിൻ്റെ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിതിനൊരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം. നമുക്ക് പുറത്താണെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസം അത് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം മോർണിംഗും നൈറ്റും ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. അപ്പോൾ നല്ലൊരു വിറ്റാമിൻ സി ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡി ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.